ഇനി നോക്കാം വാർത്തകൾ വേഗത്തിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അമേരിക്കയിൽ നിർണായക സംവാദം. ഫിലാഡൽഫിയയിൽ നടക്കുന്ന 1.5 മണിക്കൂർ ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും സംവദിക്കുന്നു. അതിർത്തി സുരക്ഷാ ബില്ലിനെ പിന്തുണയ്ക്കുന്നെന്ന് കമല ഹാരിസ്. അതിർത്തി കടന്നെത്തിയ ക്രിമിനലുകളെ നിയന്ത്രിക്കുക തന്നെ വേണം. ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് ബൈഡനെന്നും കമല ഹാരിസ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ തകർച്ച താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപും പറഞ്ഞു. എംപോക്സ് ആശങ്കയിൽ കേരളം. അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ നിരീക്ഷണം കർശനമാക്കി. കേരളത്തിൽ ഒടുവിലായി മങ്കി പോക്സ് സ്ഥിരീകരിച്ചത് 2022. സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായ ഷിക്കാഗോ പ്രസംഗത്തിന് ഇന്ന് 131ാം വാർഷികം. ഭാരത സനാതന ധർമ്മയാത്രയുടെ സുപ്രധാന ഏട്. സർവമത പാർലമെന്റിൽ ചരിത്ര പ്രസംഗം 1893 സെപ്റ്റംബർ 11. സ്വാമി വിവേകാനന്ദനിലൂടെ ലോകം ചെവിക്കൊണ്ടത് ഭാരതത്തിന്റെ മഹത് സന്ദേശം. ട്രയൽ റൺ സമയത്ത് വിഴിഞ്ഞത്ത് വീണ്ടും ചരിത്ര നേട്ടം. ലോകത്തിലെ തന്നെ ഭീമൻ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിടും. തീരത്തെത്തുന്നത് MCEയുടെ ക്ലൗഡ് ഗിർഡറ്റ് എന്ന ചരക്ക് കപ്പൽ. ഇതുവരെ ഇന്ത്യയിൽ നങ്കൂരമിട്ടിട്ടുള്ള കപ്പലുകളിൽ ഏറ്റവും വലിയ കപ്പൽ. വിദേശവേദികളിൽ തുടർച്ചയായി ഭാരതത്തെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെയും ജനങ്ങളെയും വിഭജിക്കാൻ രാഹുലും കോൺഗ്രസും ആഗ്രഹിക്കുന്നു. അതിനുള്ള മറുപടി ജനങ്ങൾ തന്നെ നൽകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. സിഖ് സമൂഹം പീഡനം നേരിടുന്നുണ്ടെന്ന രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ BJP നിയമ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ നൽകിയ അവധി അപേക്ഷ പിൻവലിച്ച ADGP MR അജിത് കുമാർ. അവധി വേണ്ടെന്ന് സർക്കാരിന് കത്ത് നൽകി. ശനിയാഴ്ച മുതൽ 4 ദിവസത്തേക്കായിരുന്നു അവധി അപേക്ഷ. മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി. മലപ്പുറം SP S ശശിധരനെയും DYSPമാരെയും മാറ്റി. പോലീസ് ആസ്ഥാന AIG വിശ്വനാഥ് മലപ്പുറം SP ആകും. മുട്ടിൽ മരമുറി കേസിലെ ഉദ്യോഗസ്ഥൻ താനൂർ DYSP ബെന്നിയെയും സ്ഥലം മാറ്റി. സർക്കാരിന്റെ നടപടി മലപ്പുറം പോലീസിനെ കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ. വിവാദങ്ങൾക്കിടെ നിർണായക LDF യോഗം ഇന്ന്. TP രാമകൃഷ്ണൻ കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ ADGP വിവാദം ചർച്ചയാകും. സ്വീകരിച്ച നടപടികളും നിലപാടും മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ അറിയിക്കും. ADGPക്കെതിരെ കടുത്ത നിലപാടിൽ ഉറച്ച CPI. നടപടി വേണമെന്ന ആവശ്യം CPM-നുള്ളിലും ശക്തം. കണ്ണൂർ പയ്യന്നൂർ CPM-ൽ വിഭാഗീയത രൂക്ഷം. 300-ലധികം പാർട്ടി പ്രവർത്തകർ CPM വിടാനൊരുങ്ങുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിടാനൊരുങ്ങുന്നത് അക്രമികൾക്കും അഴിമതിക്കാർക്കും പാർട്ടി പിന്തുണ നൽകുന്നതിൽ പ്രതിഷേധിച്ച്. മാമി തിരോധാന കേസിൽ അന്വേഷണം ആരംഭിച്ച ക്രൈംബ്രാഞ്ച്. ഇന്നു മുതൽ സമഗ്രമായ അന്വേഷണം. ആദ്യം മാമിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് 1 വർഷം കഴിഞ്ഞിട്ടും പുരോഗതിയില്ലാത്തതിനെ തുടർന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് ഇന്ന് ലഭിച്ചേക്കും. റിപ്പോർട്ടിന്റെ മൊഴികൾ പരിശോധിച്ച് നിയമോപദേശം തേടാൻ SIT. കേസെടുക്കാൻ കഴിയുന്ന മൊഴിയാണെങ്കിൽ നേരിൽ കണ്ട വിവരങ്ങൾ ശേഖരിക്കും. പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറെങ്കിൽ കേസെടുക്കും. അന്വേഷണ സംഘം വിപുലീകരിക്കാനും ആലോചന. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച എറണാകുളം കടവന്ത്ര സ്വദേശി സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രതികൾ സുഭദ്രയെ കൊലപ്പെടുത്തിയത് എങ്ങനെയെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കി. ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ബാങ്ക് മാനേജർ അറസ്റ്റിൽ. തട്ടിപ്പ് ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കുമിളി ബ്രാഞ്ചിൽ നിന്ന് പിടിയിലായ മാനേജർ വൈശാഖ് മോഹനൻ യൂത്ത് കോൺഗ്രസ് നേതാവ്. അറസ്റ്റ് ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെ. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു. ടെൻഡർ എടുത്ത കരാറുകാരൻ ഇതുവരെയും ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചിട്ടില്ല. നിബന്ധനകൾക്ക് വിരുദ്ധമായ നടത്തിപ്പിൽ കോർപ്പറേഷൻ ഭരണസമിതി ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ആരോപണം.
വൈദ്യുതി നിരക്ക് വർധനവിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. KSEB മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ച തിരുവനന്തപുരം ജില്ലയിലെ പൊതു ഹിയറിംഗ് ഇന്ന്. പാലക്കാടും കോഴിക്കോടും നടന്ന ഹിയറിംഗിൽ KSEBക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും പരാതികളുമാണ് പൊതുജനങ്ങൾ ഉന്നയിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ ഡെപ്യൂട്ടേഷനിൽ പോയ തൊഴിലാളികളുടെ ജോലി അനിശ്ചിതത്വത്തിൽ. ജോലി അവതാളത്തിലായത് ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയവർക്ക് സ്റ്റീൽ കോംപ്ലക്സിൽ നിന്ന് NOC ലഭിക്കാതായതോടെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തതോടെ ഡെപ്യൂട്ടേഷനിൽ പോയവർക്ക് തിരിച്ചു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാനും പറ്റാത്ത സാഹചര്യം. അവസാനമില്ലാത്ത സ്മാർട്ട് റോഡ് നിർമ്മാണത്തിൽ കുരുങ്ങി ശ്വാസം മുട്ടി ചാല. ഓണക്കാല കച്ചവടം പ്രതിസന്ധിയിലെന്ന് വ്യാപാരികൾ. വൻകിടക്കാരെ സഹായിക്കാനുള്ള ശ്രമമെന്നും ആരോപണം. വയനാട് തലപ്പുഴയിലെ മരംമുറി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി. വനമേഖലയിൽ മരങ്ങളുടെ ഇനവും മരക്കുറ്റികളുടെ അളവും പരിശോധിക്കും. ഫോറസ്റ്റ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന തടികളുടെ കണക്കും പരിശോധിക്കും. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആനകളുടെ ശവപ്പറമ്പായി വനം വകുപ്പിന്റെ ദേവികുളം റേഞ്ച്. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാലിലെ മനുഷ്യരും വന്യമൃഗങ്ങളും. 24 മാസത്തിനുള്ളിൽ ചിന്നക്കനാലിൽ ചെരിഞ്ഞത് 7 ആനകളാണ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ചിന്നക്കനാൽ ജനതയും കാട്ടാനകളും. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള കരാർ ഒപ്പിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ക്യാമറകൾ സ്ഥാപിക്കാതെ കൊച്ചി നഗരസഭ. നഗരത്തിൽ മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുമ്പോഴും നഗരസഭയുടെ അനാസ്ഥ, പ്രതിഷേധം വ്യാപകം. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുമായും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിലുമായും കൂടിക്കാഴ്ച നടത്തി. മുംബൈയിൽ നടന്ന ഇന്ത്യ-UAE വാണിജ്യ ഉച്ചകോടിയിലും MA യൂസഫ് അലിയും ഡോക്ടർ ഷംഷീർ വൈലിലും ഭാഗമായി. കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ സിൽവർ ജൂബിലി സമ്മേളനം സംഘടിപ്പിക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെട്രോയുടെ 15ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലുടനീളം 10,000 മെട്രോ നോൾ കാർഡുകൾ സൗജന്യമായി വിതരണം ചെയ്തു. ദുബായ് താമസ കുടിയേറ്റ വകുപ്പും RTA-യും സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. എയർപോർട്ട് ടെർമിനൽ 1, 3 എന്നിവിടങ്ങളിലാണ് നോൾ കാർഡുകൾ വിതരണം ചെയ്തത്. റാപ്പിഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.